ഇവിടെ രാവിലെ തന്നെ നല്ല മഴയാണ്. അനക്കാണെങ്കിൽ ഇന്ന് കണ്ണൂർ പോകാനുണ്ട്. സിസ്റ്റർ കൂടെ ഒന്ന് ഡോമറ്റോളജിസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇവിടുന്ന് ഒരു 11 മണിക്ക് ഇറങ്ങിയാൽ കറക്റ്റ് ടൈമിന് അവിടെ എത്തും. അപ്പം ഞാൻ വേഗം തന്നെ നാസ്ത കഴിക്കുന്നുണ്ട്, ദോശയും കടലക്കറിയും. നമുക്ക് ഡോക്ടർ രേഷ്മയുടെ ക്ലിനിക്കിലായിരുന്നു പോകണ്ടേ. അങ്ങനെ ഡോക്ടറെല്ലാം കണ്ട് നമ്മൾ അവിടുന്ന് മെഡിസിനൊക്കെ വാങ്ങിച്ചിട്ട് നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി. സ്റ്റുഡിയോ ഒന്നും ഞാൻ ഇതുവരെ അവിടുത്തെ പെർഫ്യൂംസ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. അപ്പം ഞാനൊരു പെർഫ്യൂം വാങ്ങിക്കേണ്ടിയിട്ടാണ് അവിടെ പോയത്. നമ്മൾ ഈ ടെസ്റ്റിംഗ് പെർഫ്യൂം കയ്യിൽ ടെസ്റ്റ് ചെയ്യുമല്ലോ, അങ്ങനെ ടെസ്റ്റ് ചെയ്താൽ എൻ്റെ കൈ ആകെ എന്താ പറയുക, കളറൊക്കെ മാറി, പിന്നെ അലർജറ്റിക്കുമായി. അങ്ങനെ ഞാൻ എൻ്റെ സിസ്റ്ററുടെ കയ്യിലൊന്ന് ടെസ്റ്റ് ചെയ്തിട്ടോ, അവളെ കൈക്ക് ഒരു കുഴപ്പമില്ല. മേ ബി എൻ്റെ ഒരു ബോഡി നേച്ചർ അങ്ങനെ ആയതുകൊണ്ടാവാം. അങ്ങനെ അവിടുന്ന് ഷൂസും വാങ്ങിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടാക്കോസിലേക്കാണ് പോയത്. ടാക്കോസിൽ നമ്മളെ ഫേവറേറ്റും പിന്നെ നമ്മളൊരു പേഴ്സണൽ അഭിപ്രായമാണിത്, അവിടുത്തെ അൽഫാം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ 3 ആളും 3 രീതിയിൽ അൽഫാമാണ് വാങ്ങിച്ചത്. ഞാൻ പെപ്പർ അൽഫാമായിരുന്നു ചൂസ് ചെയ്തത്. അവർ രണ്ടാളും, ഒരാൾ സ്പൈസിയും ഒരാൾ പെരി പെരിയും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പൊതുവേ ഈ സ്പൈസി ഉള്ളതൊന്നും ഇഷ്ടമല്ല, പക്ഷേങ്കിൽ ഇത് പെപ്പറാന്നേ പറയില്ല, കാരണം അത്ര വലിയ സ്പൈസിയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫലൂഡ വാങ്ങിച്ചു. ഇതായിരുന്നു വൻ ഫ്ലോപ്പ്, കാരണം ഇതിൽ കോൺഫ്ലെക്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് പൈസക്ക് വേർത്തല്ലാതെ പോലെ തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ നിന്ന് നല്ല ചായ, അതും സുലൈമാൻ. കുറച്ച് കടുപ്പം കുറവേ ഉള്ളൂ, പക്ഷേ ആ ടൈം കുടിക്കാൻ വേണ്ടിയിട്ട് വേറെ തന്നെ സുഖം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഓക്കെ.